अखिलेश ये धर्मेंद्र जी है। अखिलेश भी है। गद्दी छोड़। थोड़ा सा വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം എംപിമാരുടെ മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. മാർച്ച് വലിയ തരത്തിൽ സംഘർഷഭരിതമാകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. 300 എംപിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മാർച്ചാണ് നടത്തുന്നത്. ചോർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് എംപിമാരെല്ലാവരും ഇപ്പോൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. നേരത്തെ കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെയും പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. ഇത്തരത്തിൽ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിലുള്ള നിലപാടിനെതിരെയാണ് ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ പോരാട്ടം, പ്രതിഷേധം നടക്കുന്നത് എന്നാണ് പറയുന്നത്. 300 എംപിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്, ഇന്ത്യ സഖ്യത്തിലെ 300 എംപിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. പാർലമെന്റിൽ നിന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. പോലീസും റാപ്പിഡ് റെസ്പോൺസ് ടീമും ഈ ഒരു മാർച്ചിനെ തടയാനായി സർവ്വസന്നാഹവുമായി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ബാരിക്കേഡ് ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തരത്തിൽ സംഘർഷഭരിതവുമാണ് മാർച്ച് എന്നുള്ളതാണ്. സമാധാനപരമായി തന്നെയായിരിക്കും ഈ ഒരു പ്രതിഷേധം നടത്തുക എന്ന് ഇന്നലെ തന്നെ കോൺഗ്രസ് അറിയിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് സമാധാനപരമായിരിക്കും എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അതിനെ തടയാനായി സർവ്വസന്നാഹം ഉപയോഗിച്ച് പോലീസ് എത്തുന്നത് കൊണ്ടാണ് ചെറിയ തരത്തിൽ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. നേരത്തെ കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണവും നൽകിയിരുന്നു. എന്തിനാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്? ജനങ്ങളുടെ അവകാശത്തിന് മേലുള്ള BJP സർക്കാരിൻ്റെ കടന്നുകയറ്റത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള മാർച്ച്. BJP ഇതര എല്ലാ പാർട്ടിയിലെ എംപിമാരും ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മതേതര ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നു. അതുതന്നെയാണ് അവിടെ കാണാനാകുന്ന കാഴ്ചയും. വലിയ തരത്തിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കാനായി 300ഓളം എംപിമാർ എത്തുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ആളുകളല്ല ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത്. മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് പ്രതിഷേധ മാർച്ചിൽ എംപിമാർ പങ്കെടുക്കുന്നത്. എംപിമാർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കയറാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് അവിടെ ചെറിയ തരത്തിലുള്ള സംഘർഷഭരിതമായ സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളെ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നതിൽ കാണാനായിട്ട് സാധിക്കും. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കുത്തിയിരുന്നാണ് പ്രതിഷേധിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, മാർച്ച് അതിൻ്റെ ഏറ്റവും പാരമ്യതയിലേക്ക് ഈ ഒരു സംഘർഷത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം കാണാനായിട്ട് സാധിക്കും. സമാധാനപരമായി തന്നെയാണ് മുന്നേറുന്നത്. എന്നാൽ പോലും പോലീസ് അവരെ തടയാൻ ശ്രമിക്കുമ്പോഴാണ് ചെറിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഒക്കെ നീങ്ങുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ മുദ്രാവാക്യം ആയിട്ട് ഉയരുന്നത്? എന്തെല്ലാമാണ് നേരത്തെ കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്?
സ്വാതി വളരെ ഒരു സംഘർഷാവസ്ഥ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം എം പിമാർ ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് സമാജ് പാർട്ടിയുടെ എം പിമാർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മാർച്ച് തുടരാൻ അവരെ RPF ഫോഴ്സ് വളഞ്ഞിട്ട് ഇരുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഷാഫി പറമ്പിൽ അതേപോലെ തന്നെ കേരളത്തിലെ എം പിമാരൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തെ സമാന്തരമായ മാർച്ചാണ്. അവിടേക്ക് പോകുന്ന പോലീസ് എന്തിനാണ്, അമിത്ഷാ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നൊരു ചോദ്യമാണ് സന്തോഷ് കുമാർ അതേപോലെ തന്നെ റഹീം അടക്കമുള്ള എം പിമാർ നമ്മളോട് പറഞ്ഞത്. ഏതായാലും വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ അഖിലേഷ് യാദവ് അടക്കമുള്ള എല്ലാ ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുമുണ്ട്. നമുക്ക് നമ്മുടെ ദൃശ്യങ്ങൾ കാണാം. ഷെൽജയുണ്ട് തുടങ്ങിയ കോൺഗ്രസിന്റെ ഒരു ഐക്യം തന്നെ, ഇന്ത്യ മുന്നണിയുടെ ഐക്യം തന്നെ ഇതിൽ കാണുന്നു എന്ന് വേണം പറയാൻ. ഇതിനിടയിലാണ് ബാരിക്കേഡ് ചാടി മറികടന്ന് വന്ന സമാജ്വാദി എം പിമാരെ അനുനയിപ്പിക്കാനുള്ള പോലീസ് ശ്രമം നടക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു മാർച്ച് തന്നെ വേണം. NK പ്രേമചന്ദ്രനുണ്ട്. NK പ്രേമചന്ദ്രൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. നമ്മൾ ഈ NK പ്രേമചന്ദ്രൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് സമരം ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മയം തിരുത്താൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും സന്നദ്ധമായില്ല എന്നുണ്ടെങ്കിൽ വൻപിച്ച ജനകീയ പ്രക്ഷോഭത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ന് നമ്മൾ സ്വാതി ഇത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കേരള എം പിമാർ മലയാളത്തിൽ, തമിഴിൽ, ബംഗാളിൽ, ഒറിയയിൽ എല്ലാ വിധത്തിലും പ്ലക്കാർഡും ഉയർത്തിയിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. കന്നഡ, തമിഴ്, തെലുഗു ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വോട്ട് ചോരി, വോട്ട് കച്ചവടം നടത്തുന്നു എന്ന് കാണിക്കുന്ന ഒരു മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുമാണ് സ്വാതി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം CPM-ഉം CPI-യും കോൺഗ്രസും ലീഗും കേരളത്തിലെ മുഴുവൻ കക്ഷികളും BJP ഒഴിച്ചുള്ള മുഴുവൻ കക്ഷികളും ഈ പ്രതിഷേധത്തിൽ പങ്കാളിയാവുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു അവസ്ഥ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് ഇപ്പോൾ പിരിഞ്ഞു പോകുന്നില്ല. 12 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് സമയം നൽകിയ അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്താൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഏതായാലും പോലീസ് മാധ്യമപ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ആ തരത്തിലേക്ക് ബാരിക്കേഡുകൾ ചാരിക്കടക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമ്മളെ സംബന്ധിച്ചോളം തികച്ചും സംഘർഷാവസ്ഥ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഒരു ഭാഗത്ത് ബാരിക്കേഡ് ചാടിക്കടന്ന സമാജ്വാദി എം പിമാർ, അകത്ത് ബാരിക്കേഡിനപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് എം പിമാർ. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ AN രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ സംസാരിക്കുമെന്നാണ് അറിയുന്നത്. രാഹുൽ ഗാന്ധി ഏതായാലും ഇപ്പോഴും പോലീസ് ഫലപ്രയോഗത്തിലേക്ക് കടന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും സമാജ്വാദി പാർട്ടി എം പിമാരെ ബാരിക്കേഡിലൂടെ കടക്കാനുള്ള ശ്രമത്തിലേക്ക് ആയിരിക്കും എന്നാണ് നമുക്കറിയുന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്താൻ പോലീസ് അനുവദിക്കില്ല. ആ രീതിയിലുള്ള ഒരു പോലീസ് സംവിധാനവും സന്നാഹവുമാണ് ഇവിടെയുള്ളത്. എം പിമാരെ തടഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി അതേപോലത്തെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മുഴുവൻ എം പിമാരെയും തടഞ്ഞു വെച്ചിരിക്കുന്നു. രാധാകൃഷ്ണൻ, സന്തോഷ് കുമാർ, മലയാളികളായ മുഴുവൻ എം പിമാരും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് पार्लियामेंट के सामने, संसद के सामने संसद की हत्या हो रही है. The parliament seat, you are not allowed to march towards to ECI. Although the ECI is saying that we are agreed to meet you at a delegation of 30 MPs. So how do you see this? So look, for me the issue is very simple. Rahulji has raised some serious questions. They deserve serious answers. The Election Commission, I believe, not only has a responsibility to the nation, but it has a responsibility to itself. That there should not be any doubts left in the minds of the public about this entire credibility of our elections. The elections matter to the whole country. And our democracy is too precious to be jeopardized by doubts about whether there is duplicate voting, whether there are multiple addresses, whether there are fake votes. All of this and manipulation is the worst case scenario. But if there are doubts in people's minds, they should be addressed. There may be answers available to these questions, but those answers must be provided credibly. That is my only request, that the Election Commission should take the questions and address them, rather than insisting on formality. Do you think some credibility is going down in ECI because opposition is raising questions? They are not getting answers. Naturally, as long as there are doubts in the minds of people about the fairness of the elections, that is harming the credibility of the Election Commission.
As long as those doubts are removed, then the Election Commission's credibility can be regained. So the Election Commission's own interest lies in addressing these questions. उसकी सूची दी, चुनाव आयोग ने एफिडेविट मांगा, हमने एफिडेविट दिया, लेकिन उत्तर प्रदेश की सरकार ने मिलकर के चुनाव आयोग को गुमराह किया। चुनाव आयोग गुमराह हुआ, किसी पे कार्रवाई नहीं हुई। हमारी मांग है कि जिस तरीके से वोट काटे जा रहे हैं, वोट मिटाए जा रहे हैं, बने सबका वोट बने, चुनाव आयोग ये काम करे, कोई डुप्लीकेट वोट न बन पाए, डिलीटेड वोट अगर कोई अधिकारी करे तो उसके खिलाफ कार्रवाई हो। सरकार अगर शामिल हो वोट चोरी में, सरकार अगर शामिल हो वोट कटवाने में, You're asking